ഇതാണ് UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ. ഞാനിപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഒരു അമേരിക്കൻ സ്റ്റൈലിലുള്ള ഒരു സ്കൂൾ ബസ്. ഇസ് ദാറ്റ് അമേരിക്കൻ സ്കൂൾ ബസ്, കാത്തി? We don't have like this even in Switzerland. No. സ്മെല്ലുണ്ടോ? സ്മെല്ല് കൊള്ളാം. ജനീവയിൽ നമുക്കൊരു ഗാന്ധി കഫേ ഉണ്ട് ഗൈസ്. ഇവിടെ ഈ ലേക്കിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ എന്ത് രസമാണ് കാണാൻ. What next? World Trade Organization, Geneva. Why do you have so much of headquarters here? I don't know. It's Switzerland, not France. So don't even ask me. നമ്മളിപ്പോൾ ഉള്ളത് കൺസർവേറ്റർ എ ജാർഡിൻ ബൊട്ടാനിക്. ഓക്കെ. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാത്തിയുടെ വീട്ടിൽ നിന്നും ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, ജനീവയിലേക്ക്. ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട്. അതും നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രെയിനിലേക്ക് പോകുന്നത്. യൂറോപ്പിൽ ഫസ്റ്റ് ടൈം ഇൻ ട്രെയിൻ വിത്ത് കാത്തി എൻ്റെ ഇവിടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. കാത്തി കാണിച്ചു തരാം. ഹലോ, where are we going? Almas. After Almas we will go to Geneva. So Geneva സ്വിറ്റ്സർലൻഡിലാണ്, ഫ്രഞ്ച് സ്വിറ്റ്സർലൻഡ് ബോർഡർ. So let's see in Geneva. Do you have anything to say? So yeah, I'm not going often there, so that's also a first time for me. Me too, for me as well. നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ പ്ലാൻ വളരെ പെട്ടെന്ന് എടുത്തതാണ്. അവിടെ നമ്മൾ നേരെ ആഹാരം പോലും കഴിച്ചിട്ട് രാവിലെ ഇറങ്ങി ഓടുകയായിരുന്നു. കേക്ക് വാങ്ങി, ഇതാണ് ഇപ്പോൾ ഫിൽ ചെയ്യുന്നത്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഇന്ത്യയിലൊക്കെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും യൂറോപ്പിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ. First time in the train in Europe. My mom works over there. Oh, over there. കാത്തി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കഴിക്കാനായിട്ട് ചെറിയൊരു സാൻഡ്വിച്ച് വാങ്ങിയിരുന്നു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് വി ഗോട്ട് എ ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് വി ഗോട്ട് കാത്തി as well. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ യാത്ര ജനീവയിലേക്കാണ്. ഇതാണ് നമുക്ക് കാണുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജനീവ ലോകത്തിലെ പല പ്രമുഖ ഓർഗനൈസേഷനുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, UN-ൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് വരുന്നതെങ്കിലും UN-ൻ്റെ ഒരു സെക്ഷൻ ഇവിടെ ജനീവയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അങ്ങനെ നിരവധി സ്ഥലങ്ങളുടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സുകളുടെ യൂണിയൻ തന്നെയാണ് ജനീവ. സ്വിറ്റ്സർലൻഡ് ഫ്രഞ്ച് ബോർഡറിലെ ചെറിയ പട്ടണങ്ങളാണ് ഈ കാണുന്നത്. ഏതോ ഒരു പുതിയ സ്റ്റേഷൻ എത്തി. മഷിലി. How do you pronounce this, Kathy? Mashli station. ട്രെയിന് ചരിഞ്ഞിരിക്കുന്നു. സോ കാത്തിയുടെ വീട്ടിൽ നിന്ന് ജനീവയിലേക്ക് വലിയ ദൂരമല്ല. ഒരു മണിക്കൂർ ട്രെയിൻ യാത്ര കൊണ്ടെത്തും. ഏകദേശം ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അൻമാസിലെത്തിയിരിക്കുകയാണ്. ഈ അൻമാസ് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ എൻഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടടുത്ത് സ്വിറ്റ്സർലൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്തൊരു ട്രെയിനിലൂടെ കയറണം ജനീവയിലേക്ക്. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റിംഗ് സിസ്റ്റം.
സത്യം പറഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സിസ്റ്റമൊക്കെ മുടിഞ്ഞ പാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എല്ലാ മെഷീനിലും ഫ്രഞ്ച് മാത്രമേ ഉള്ളൂ. This is the Geneva. Where are we now? The station? Train station of Genève au Vive. Uvi, which means we are in Switzerland. Yeah, we are Switzerland. Hello guys, welcome to Switzerland. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലൻഡിലേക്ക് സ്വാഗതം. ഇതാണ് ജനീവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇവിടെ എല്ലാവരും വളരെയധികം ബിസിയാണ്. റോഡിൽ കാണുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് വളരെയധികം സ്പീഡിൽ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുന്നവരാണ്. കാരണം ഇവിടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വർക്ക് ചെയ്യുന്ന പലതരം രാജ്യക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിലോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം ഇല്ലായ്മ ഈ സിറ്റിയിലുണ്ട് എല്ലാവർക്കും. നമ്മളിവിടെ ജനീവയില റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം കാണാൻ പോകുന്നത് ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഒരു വാട്ടർ ഫൗണ്ടൻ. ജഡ്ഡു. അതൊരു 150 മീറ്ററിലോട്ട് പൊക്കത്തിൽ വാട്ടർ പമ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നമ്മളിപ്പോൾ അവിടെ ആദ്യം കാണുന്നു. ഇതിവിടെ ജനീവ ലേക്കിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഞാൻ ക്യാത്തി ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടില്ല. ഞാൻ പക്ഷേ വന്നിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ എയർപോർട്ട് ഇവിടെ ഇറങ്ങിയത്, പക്ഷേ എനിക്ക് കൂടുതലൊന്നും കാണാനൊന്നും പറ്റിയില്ല. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ നല്ല ക്ലൈമറ്റ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വിശദമായി കാണുന്നു. Look how beautiful Geneva is. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ സിറ്റിയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമുക്ക് റോഡിൽ എവിടെ നോക്കിയാലും ഒരിടത്ത് പോലും ഒരു പൊടി ചവറോ മറ്റ് വേസ്റ്റുകളോ ഒന്നും കാണാൻ കഴിയത്തില്ല. അത് ഇവിടുത്തെ സിറ്റിസൺസായാലും പുറത്തുനിന്ന് വരുന്നവരായാലും എല്ലാം അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് സിറ്റി. അതുപോലെ മറ്റൊരു കാര്യമാണ് ട്രാഫിക് മാനേജ്മെൻറ്റ് ഓർ ലൈക്ക് ലൈൻ ഡിസിപ്ലിൻ. ഒരാൾ പോലും ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച് വണ്ടി ഓടിക്കുകയോ അനാവശ്യമായ ഹോങ്കിങ്ങോ ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. സോ മൊത്തത്തിലൊരു പീസ്ഫുൾ യെറ്റ് വെരി ബിസി സിറ്റി. കാത്തി, തണുപ്പുണ്ടോ? വെയിലില്ല. കാത്തിക്ക് ഇവിടുത്തെ സ്ഥലമെല്ലാം അറിയാന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് എനിക്കറിഞ്ഞൂടാ എവിടെ കൊണ്ട് പോകുമെന്ന്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, യൂറോപ്പ് തന്നെ ഒരു റിച്ച് കോണ്ടിനെൻ്റാണ്. അതിൽ തന്നെ ഏറ്റവും റിച്ചായിട്ടുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരിൽ നമുക്കത് പ്രതിഫലിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ആൾക്കാരെല്ലാം വളരെയധികം വെൽ സ്യൂട്ടഡ്, വളരെയധികം എക്സ്പെൻസീവ് ഡ്രസ്സും എക്സ്പെൻസീവ് കാറും, മൊത്തത്തിലൊരു പോഷ് ലൈഫാണ് ഇവിടുത്തെ ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലെല്ലാം വളരെ അതിമനോഹരമാണ് സുഹൃത്തുക്കളെ. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞില്ല, സത്യം കാണാനൊക്കെ പൊളിയാണ്. അല്ലേ കത്തി? I'm not even on the video. നോക്കൂ സുഹൃത്തുക്കളെ. What next? ഇവിടുത്തെ മെയിനായിട്ടൊരു സിറ്റി റോഡാണ്. ഈ റോഡ് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജനീവ ലേക്ക് കാണാം. ഈ ജനീവ എന്ന് പറയുന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണെങ്കിലും ഇത് ഫ്രാൻസിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ്. സോ അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നിന്നും അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സോ അവർ രാവിലെ ഇവിടെ ജോലി ചെയ്യുന്നവർ വൈകുന്നേരം മെട്രോയോ സ്വന്തം കാറുകളോ എടുത്ത് തിരിച്ച്
ഫ്രാൻസിലേക്ക് പോകുന്നു. ജനീവയിൽ എത്തിയിട്ട് ഇവിടെ ഒരു ജെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ അടച്ചുപൂട്ടിട്ട് പോയോന്ന്. Where is the jet? Where is the jet? Jet? No jet? ആ വെള്ളത്തിൻ്റെ കളർ അടിപൊളി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു അടിപൊളി വ്യൂ. ഇത് അങ്ങ് പോകുന്നുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ ആൽപ്സ് മൗണ്ടൻ അവിടെ നിന്ന് ഒരു പ്ലെയിൻ ഇപ്പോൾ ടേക്ക് ഓഫ് എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല. ആ ഭാഗത്ത് സിറ്റി കാണാം, ഈ റോഡ്, ഈ കാണുന്നത് ലേക്കാണ്. മൊത്തത്തിൽ ഒരു അടിപൊളി വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ഗൈസ്, നമ്മളിവിടെ ജഡ്ഡു എന്ന് പറയുന്ന സാധനം കാണാൻ വന്നതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിന്ന് വന്നപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല. അത് ഇവിടെ ജനീവയിൽ തന്നെ ഏറ്റവും വലിയ ലാൻഡ്മാർക്കുകളിലൊന്നാണ്. അതൊരു 140 മീറ്റർ പൊക്കത്തിൽ വാട്ടർ പമ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടനാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ദിവസം വളരെ നല്ലതായതുകൊണ്ട് കാണാനേ പറ്റിയില്ല. അത് ഇവിടെ നിന്നാണ് അത് പമ്പ് ചെയ്ത് മുകളിൽ ആകാശത്തേക്ക് വിടുന്നത്. 140 മീറ്റർ വരെ ഹൈറ്റ് പൊങ്ങുന്നു. പക്ഷേ അത് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞാൻ കാറിലിരുന്ന് കണ്ടായിരുന്നു. പക്ഷെ അന്ന് ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് നേരെ കാണാൻ പറ്റില്ല. ഇന്ന് ഇതിനു വേണ്ടി വന്നതായിരുന്നു. പക്ഷെ സാരമില്ല, നമുക്ക് വേറെ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കാണാൻ. അത് കണ്ടിട്ട് വരാം. On that bridge. Yeah. See you. Bye. You won't let me falling. അങ്ങനെ നമ്മൾ ആദ്യത്തെ വാട്ടർ ജെറ്റിൻ്റെ പ്ലാൻ 3G ആയതിനു ശേഷം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ഗാർഡൻ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് ഗാർഡൻ ടൈം എന്ന് പറയുന്നത് ഇവിടെ സ്പ്രിങ് ആവണം. ഇവിടെ എപ്പോഴും സ്പ്രിങ് ആയിട്ടില്ല. വി ആർ സ്റ്റിൽ ഇൻ വിന്റർ. സോ from 23rd, 24th March it will be officially spring. Okay, so it's the best time to visit gardens in spring. In spring. Yes, but still we are going to a garden. Let's hope there are some flowers at least. Yes, but I hope, I don't know so. ഇവിടെ ഇതുപോലെ ബോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. Is that for fishing, Kathy? These boats or like for tourist? ടൂറിസ്റ്റിനുള്ള ബോട്ട്സ് എന്നാണ് കത്തി പറയുന്നത്. ഇത് ഇവിടെ കുറേ കിടപ്പുണ്ട്. വാസ്കോ ഡ ഗാമ എന്നൊക്കെ എഴുതിയ ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രാൻസിലാണെങ്കിൽ ഒരു 90% ഫ്രഞ്ച് മാത്രമേ അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് അറിയാമെന്നുള്ളൊരു 10% താഴെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ജനുവരിയിലോട്ട് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു കൾച്ചറൽ കോമ്പിനേഷൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡൻ. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ വാക്കവേയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. Kathy, the lake looks so beautiful from here. Yes. How is this place? Very good. Very good. Only very good. Let's say I am used to Paris before. So Paris or here? I don't know. Like the lifestyle maybe is better here. But since I always live next to Paris and a bit in Paris also,
it's like my home place. I can't say I don't like. So you know, I'm like come in between. Okay. Since I now went to Paris, I can't compare, but I still this place looks so fantastic. ഇവിടെ ഇങ്ങനെ സുവനീറിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. സുവനീർസ്. Maximum magnets you can of places you travel. You put that on your fridge. ഓക്കെ. Maybe buy one. Or maybe buy one for you. I will buy one before I go to India. Okay. We will come back anyway because I need to leave. Some sun. You got some sun. Yeah, that's something you will never leave in Kerala. The cold. Nee, aan de andere kant van het beeld. Dit is German. Oh. Let's go to that monument. What is that? These are the houses, like the main office, I don't know how to explain it, of some luxury brands, and they're like all on this side. So you got, for example, you got Rolex. Okay. You got Patek Philippe, which is like a expensive watch brand. You got Dior, you got Cartier. That is a pretty good description again. Le Peuple Geneva, en mémoire de la. To the Swiss Federation, the Geneva people raised that monument. Oh. Yeah. Okay, d'accord. It's so pretty. നമ്മളിപ്പോൾ ഇവിടെ ജനീവയിൽ തന്നെയുള്ള ഇതുണ്ട്. ഇവിടുത്തെ സിറ്റിയുടെ ഒരു മാപ്പാണ്. ഇവിടെ നിന്ന് ഇവിടെ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള പ്ലേസുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 5 minutes വാക്കിനുള്ള പ്ലേസാണ് ഈ കാണുന്നത്. ഈ കാണുന്ന അവിടെ ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജാണ് ഈ മുന്നിൽ കാണുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നത് കുറേയധികം എക്സ്പെൻസീവ് ബുട്ടീക്സിൻ്റെയൊക്കെ ഒരു കോംപ്ലക്സ് ആണ്. ഏകദേശം എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഗുബ്ലിൻ, സൊക്ക, IGT, അങ്ങനെ പല പല എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ആണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ആ ഭാഗത്ത് റോളക്സ്, ടുഡോ, റിച്ചാർഡ് മില്ലി, ടിസോഡ്, അങ്ങനെ പല പല എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറീസ് ബ്രാൻഡ്സുകളുടെ ഷോറൂം. സോ ഇതാണ് നമ്മൾ കാണുന്ന സ്വിറ്റ്സർലാൻഡ്. ഒരു ഫെറാറി പോകുന്നുണ്ട് അവിടെ. Kathy, there is a Ferrari. ഇവിടെ വിൻ്റർ ആകുമ്പോഴുള്ള മരങ്ങളുടെ പ്രത്യേകതയാണ് ഈ കാണുന്നത്. ഒരൊറ്റ ട്രീയിലും ലീവ്സ് ഇല്ല. ഫ്രാൻസിൻ്റെ ഡബിൾ എക്സ്പെൻസീവ് ആണ് ഇവിടെ. അതായത് ഫ്രാൻസിൽ കിട്ടുന്ന ഒരു സാലറിയുടെ ഡബിള് ബേസിക് സാലറി ഇവിടെ കിട്ടും. പക്ഷേ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും മുടിഞ്ഞ എക്സ്പെൻസീവ് ആണ്. അവിടെ പർച്ചേസിങ് പാരിറ്റിയൊക്കെ വളരെയധികം വ്യത്യസ്തമുണ്ട് പാരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് സാലറി കിട്ടിയാലും അത് ഇവിടെ തന്നെ തീരേണ്ടി വരും മൊത്തം. ആ ഭാഗത്തൊക്കെ സൺലൈറ്റ് അടിച്ച് വളരെയധികം സുന്ദരമായിട്ട് കാണുന്നു.
ഇവിടെ ഈ ലേക്കിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ എന്ത് രസമാണ് കാണാൻ. ഒരു അമേരിക്കൻ സ്റ്റൈലിലൊരു സ്കൂൾ ബസ്. ഇസ് ദാറ്റ് അമേരിക്കൻ സ്കൂൾ ബസ് കാത്തി? Yeah, we don't have like this even in Switzerland. Normally not. What are you searching at? I'm looking for the cathedral. Cathedral. Ah, yeah. Look Like the was before. It's over there. Oh, it's there. Maybe when we come back. Yeah. When we come back, we go to this cathedral. And what is this thing? I don't know. Okay. ഈ കാണുന്നതാണ് ഒരു സ്വിറ്റ്സർലൻഡ് ടൗൺ, ജനീവ. പിന്നെ ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഈ രാജ്യത്ത് 3-4 ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ രാജ്യത്ത് ഫ്രാൻസുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗം, അതായത് ഈ ജനീവ പോലുള്ള ഈ നഗരങ്ങളിലൊക്കെ സംസാരിക്കുന്നത് ഫ്രഞ്ച് ലാംഗ്വേജാണ്. ഇനി കുറച്ചുകൂടെ സൗത്തിലോട്ട് പോയാൽ അത് ഇറ്റലിയുമായിട്ടാണ് അവർ ചേർന്ന് നടക്കുന്നത്. അപ്പോൾ ഇറ്റലിയുമായിട്ടുള്ള ഭാഗത്ത് ഇറ്റാലിയനും ജർമ്മനിയുമായിട്ടുള്ള ബോർഡർ പങ്കിടുന്ന സ്ഥലത്ത് ജർമ്മനിയാണ് സംസാരിക്കുന്നത്. സോ സ്വിറ്റ്സർലൻഡിൽ 3-4 ഭാഷയുണ്ട്. How many languages is there in Switzerland total? 3? 4. Four. We have a dialect. I mean 3 languages and a dialect. Oh, okay. അങ്ങനെ 4 ലാംഗ്വേജാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമ്മളിവിടെ ഒരു 10 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ലക്ഷറി ബ്രാൻഡുകളുടെയും കാറുകളും ബൈക്കുകളെല്ലാം ഇവിടെ കാണാം. മെഴ്സിഡസ് ബെൻസ്, BMW, ഫെറാറി, റോൾസ് റോയ്സ്, റേഞ്ച് റോവർ, ഒരു രക്ഷയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു അരമണിക്കൂർ നിൽക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ കാറുകളും ഇവിടെ കാണാൻ പറ്റും. Why you got all the luxurious cars in here? No, actually, Yeah. it's kind of rich. I do agree. Oh. Don't you see? ഇവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളൊരു ചെറിയ സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നല്ല മുടിഞ്ഞ തണുപ്പാണ് കേട്ടോ. ഇറ്റ്സ് എ കോൾഡ് ഹിയർ. We have ഗൈസ്, നമ്മൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ, കുറച്ച് സൂര്യപ്രകാശം കണ്ടപ്പോൾ ഇങ്ങോട്ട് വെയിറ്റ് ചെയ്തു. അയ്യോ, മുടിഞ്ഞ തണുപ്പ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് പോക്കറ്റുകളുണ്ട്, കുറച്ച് സൺലൈറ്റ് കിട്ടും. അവിടെ കുറച്ച് നേരം നിന്നാൽ കുറച്ച് വിറ്റാമിൻ ഡി കിട്ടും അല്ലേ കാത്തി? Well, we stayed there. It's good. So we have to walk. Again. Wait until the sun goes. Ale. So ജനീവയിൽ നമുക്കൊരു ഗാന്ധി കഫേ ഉണ്ട് ഗൈസ്. ഗാന്ധി കഫേ. ഇതാണ് ഇവിടുത്തെ മെനൂസ്. അതുപോലെ തന്നെ മറ്റെല്ലാ യൂറോപ്യൻ സിറ്റികളിലും പോലെ തന്നെ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ട്രാമുകൾ. ഈ സിറ്റിയിലുടനീളം ട്രാമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതായത് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. കൂടുതൽ ആളുകളും ട്രാമുകളും യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബസ്സുകളും ട്രെയിനും കൂടെ ഉണ്ട്. പക്ഷെ ട്രാമുകൾ വളരെ നോർമലായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. ഇവിടെ 2 അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഇപ്പോഴും നല്ല റൊമാൻറ്റിക്കായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതിനപ്പുറത്ത് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ സിറ്റിക്കകത്തുള്ള തന്നെ ഒരു പാർക്കാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇവിടെ സിറ്റിക്കകത്തുള്ള ഒരു പാർക്കിനകത്തോട്ടാണ് വന്നത്. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യണം. നമ്മളവിടെ ഈ ഗാർഡനിൽ കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു.
ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ അടുത്തുള്ളൊരു ബുലാൻഷറി ബേക്കറി കയറിയിട്ട് വിശന്നപ്പോൾ കഴിക്കാൻ 2 സാൻഡ്വിച്ച് വാങ്ങി. ഇവിടെ അടുത്തുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഈ തണുപ്പത്ത് വലിയ കുഴപ്പമില്ല. ചൂടും തണുപ്പും കൂടെ ഒരു കോമ്പിനേഷൻ ഫീലിംഗ്. പിന്നെ ഇവിടെ പാർക്കിൽ ഇവിടെ അങ്ങ് ദൂരെ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്ന കാണാം. കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഈ പാർക്കെന്ന് പറയുന്നത് ജനീവ സിറ്റിയുടെ ഒത്ത സെൻറ്ററിലാണ്. സമുദ്രത്തിലപ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ്. I thought you wanted to do a video. And I was like, വേണം. Oi. ഇത് ആ കാണുന്നതാണ് നമ്മുടെ UN ആസ്ഥാനം. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എന്താ കാണുന്നതാണ്. ഈ സിറ്റിയിൽ ഒരു പോഷ് ഏരിയയാണ് ഈ കാണുന്നത്. സോ ലെറ്റ്സ് ഗോ ടു UN. UNO. ഇത് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടുത്തെ. ഗൈസ്, എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാണ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഞാനിപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ജനീവ, സ്വിറ്റ്സർലാൻഡ്. I don't know. Sometimes I can't believe that. Me, it's not exceptional for me, but okay. Okay. ഇതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ജനീവ. Why do you have so much of headquarters here? I don't know. It's Switzerland, not France. So don't even ask me. So നമ്മൾ പണ്ട് ബുക്കിലൊക്കെ പഠിച്ചിരുന്ന സാധനങ്ങളൊക്കെ നേരിട്ട് കാണുകയാണ്. UNO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, so much things. ഇതാണ് ബിൽഡിംഗ്. ഇവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ആ ഭാഗത്ത് UNO, അങ്ങോട്ട് പോയാൽ ഇന്ത്യൻ എംബസി. നമ്മളിപ്പോൾ ഉള്ളത് കൺസർവേറ്റോ എ ജാർഡിൻ ബൊട്ടാനിക്. ഓക്കെ. ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ് ഇവിടെ ജനീവയിലുള്ള. ഇവിടെ ഫ്രീ പാസ്സൊക്കെ എൻട്രി ഫ്രീ പാസ്സാണ്. Okay. What? It's over there. Oh, there. Okay. We go there. Why don't we go by there like this? Okay, we go. Yeah. കാത്തക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ പ്ലാന്റ്സ് ഇതിനോടൊക്കെ I love to. ഹഠാത് ആകർഷണമാണ്. Is it good? Yeah, it's so pretty. Okay, go. Oh my god. I feel like I'm You feel at home? So this is a tropical forest. Yeah. This is like a tropical garden. So. സോ നമ്മളൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിലോട്ടാണ് ഇപ്പോൾ കയറിയത്. ഇതിവിടുത്തെ ഒരു ഗാർഡനാണ്. നമ്മുടെ കേരളം പോലുള്ള, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് എല്ലാം ഇവിടെ കാണാം. ഇതിനകത്ത് കയറാൻ കുറച്ച് ചൂടുമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് വളരുന്ന പ്ലാന്റ്സിനൊക്കെ വളരാൻ അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ട് അതിവിടെ വളർത്തുകയാണ് ചെയ്യുന്നത്. There's also like the one. After we will go to this one. Oh. Yeah. Are you happy? എനിക്ക് വളരെ സന്തോഷം. കാത്തി ഭയങ്കര ഹാപ്പിയാണ്. കത്തി, സ്ഥലം എങ്ങനെയുണ്ട്? കൊള്ളാമോ? സ്ഥലം എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓ, ചൂടാണ്. Yeah. It looks India. Oh, there's train going.
അതുവഴി ട്രെയിനും പോകുന്നുണ്ട് ബാക്കി വഴി. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജനീവ പോലെ ഇത്രയും തണുത്ത ഒരു സ്ഥലത്ത് ഇത്രയും ചൂടിൽ നമ്മുടെ രാജ്യത്ത് വളരുന്ന പ്ലാന്റ്സൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന്. അടിപൊളി. Yes, that's me. പപ്പായ. വീട്ടിൽ പപ്പായ. ഇതുണ്ടോ, ഇവിടുത്തെ ഈ കാണുന്ന മണ്ണ് വരെ നമ്മുടെ നാട്ടിൽ കാണുന്ന മണ്ണാണ്. ഒരു റെഡ് സോയിൽ ഒരു ഇനം. Like endangered. This one? Of plants, I didn't even see anything. Plante Menansi. Manasseh means threatened. Threatened. Endangered. Oh. I feel like you really like here. I have too much plants. Oh. That's an healthy obsession. This comes from Kos and Sardinia. Kos, Corsica, is an island in South France, South-East France that belongs to us. That's where Napoleon is born. Oh. And Sardinia belongs to Italy. It's like two islands. Big island. Oh, yeah. Every island in the Indian Ocean belongs to you because you were It's in the Mediterranean. the colonizers. I understand that. It's in the Mediterranean Sea. Okay, whatever. Wherever in the world you own everything. ഇത് കുറച്ച് ആഫ്രിക്കയിൽ നിന്നുള്ള കുറച്ച് ചെടികൾ, അറ്റ്ലസ്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെടികൾ കാണാം. ഹലോ. സ്മെല്ലുണ്ടോ? സ്മെല്ല് കൊള്ളാം. Jasmine is lazy. നമ്മൾ അടുത്ത് കയറാൻ പോകുന്ന ബിൽഡിംഗ് ആണിത്. അകത്ത് എന്തുണ്ടെന്ന് നോക്കാം. കാത്തി, സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിൽ കൂടെ ഇങ്ങനെ തന്നെ കണ്ട് ഇതിൽ നടന്ന് ഇങ്ങനെ അങ്ങ് പോവാം. ഹലോ ഗൈസ്, ഇതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ യൂണിയൻ്റെ മറ്റൊരു എൻട്രി. ഇവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാം. നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്നത് ഒരു ബ്രോക്കൺ ചെയർ എന്ന് പറയുന്ന വേറൊരു ലാൻഡ്മാർക്ക്. അതായത് ഇതിനൊരു 3 ലെഗ് മാത്രമുള്ളൊരു ചെയർ. ഒരു ചെയർ ബ്രോക്കൺ ആണ്. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഏതോ ചൈനീസോ ജപ്പാനീസോ പുള്ളിയാണെന്ന് തോന്നുന്നു. യൂണിയൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രോക്കൺ ചെയർ. ഇതിന് 3 കാലേ ഉള്ളൂ. ഒരു കാല് ബ്രോക്കൺ ആണ്. പക്ഷേ ഇത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലാൻഡ് മാർക്കാണ്. ഇന്ന് നേരെ മുന്നിലായിട്ടാണ് യൂണിയൻ്റെ വരുന്നത്. മൊത്തത്തിൽ അടിപൊളിയല്ലേ? അതായത് ഈ സ്ഥലം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കുറേ അധികം UN, യുനിസെഫ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത്. യൂണിയൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇത്തിരി വളരെ വലിയൊരു ഗ്രൗണ്ട് പോലെ കിടപ്പുണ്ട്. ആ കാണുന്ന UN. നമ്മളിപ്പോൾ ഉള്ളത് ജനീവയിലുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്താണ്. ഇവിടെ നിന്ന് നമ്മളിനി പോകാൻ പോകുന്നത്, ഇവിടെ ഒരു പ്രശസ്തമായൊരു കത്തീഡ്രലുണ്ട്. കത്തീഡ്രലിൻ്റെ പേര് സെൻറ്റ് പിയർ കത്തീഡ്രൽ എന്നാണ്.
സോ അതൊന്നൊരു 4ാമത്തെ സെഞ്ച്വറിയിൽ ബിൽറ്റ് ചെയ്ത കത്തീഡ്രലാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ്. അവിടെയാണ് ഇനി അടുത്ത് പോകുന്നത്. Bicycle. Oh, really? Yeah. Maybe you can even film the city later. The main point is right now. ഇത് ജനീവയിലുള്ള ഒരു ഓൾഡ് ടൗൺ ആണ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചർച്ചാണ്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. എന്നാലും എടുത്തറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു ടെസ്ല കിടപ്പുണ്ട്. ടെസ്ല ഇതാണ് 2 ടെസ്ലയുണ്ട്. യെസ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയുള്ള ഒരു ചർച്ചാണ് ഈ കാണുന്നത്. ഐ എം നോട്ട് ഷുവർ ലൈക്ക് വെദർ ഇറ്റ്സ് ക്ലോസ്ഡ് ഓർ നോട്ട്. That's my home, by the way. I own this. ആർ യു ജീസസ് ക്രൈസ്റ്റ്? No. ഇവിടെ കുറച്ച് ടൂറിസ്റ്റൊക്കെ നിൽപ്പുണ്ട്. പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് 4ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ചർച്ചാണ്. ഇത് ബിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു കത്തോലിക് ചർച്ചായിരുന്നു. പിന്നീട് ഇത് കൺവേർട്ട് ചെയ്ത് പ്രൊട്ടസ്റ്റൻസ് ചർച്ചായെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചർച്ചിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അത്രമാത്രം ഹൈറ്റ് ചർച്ചിനുണ്ട്. അതുമാത്രമല്ല അതിനകത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയെല്ലാം വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മളകത്ത് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ വേറെയും കുറച്ച് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ടൂറിസ്റ്റ് ഗൈഡുകളും അവരുടെ കൂടെ ഉണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ ചർച്ച് ഒരു അടിപൊളി ചർച്ചാണിത്. ഇവിടെ ചർച്ചിൻ്റെ വാളുകളിലെല്ലാം ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതൽ അറിയത്തില്ല ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്. എന്നിരുന്നാലും കാണാനൊക്കെ വളരെയധികം ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ കളർഫുൾ ഗ്ലാസസും അതിൽ യേശുവിൻ്റെയും ബൈബിളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസാണ് ഇതിനകത്ത്. അങ്ങനെ ജനീവയിലുള്ള ഈ ഒരു ചർച്ച് കാണിക്കുന്നതോടൊപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിന് വിട പറയുകയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. See you on next video folks. Bye bye.